കഴിഞ്ഞ വീഡിയോയിൽ യൂസറിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കിയത്. സോ ആക്ച്വലി നമ്മളിവിടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് വാങ്ങിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഒരു യൂസർ ലോഗിൻ ആണോ, അല്ലെ യൂസറിന്റെ ക്രെഡൻഷ്യൽസ് ഡേറ്റാബേസിൽ ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്ത് ഒരു യൂസർ ഹോം പേജ് എന്ന് പറയുന്ന ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ ഇനി നമ്മൾ ഈ ഒരു ലോഗിൻ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണം. അതായത് ഒരു അഡ്മിൻ ആണ് ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ ഹോം പേജ് പോലെ അഡ്മിൻ ഹോം പേജ് എന്ന് പറയുന്ന വേറൊരു പേജ് വേണം കാണിക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ടെംപ്ലേറ്റ്സിനകത്ത് ഇവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു HTML പേജ് ക്രിയേറ്റ് ന്യൂ അതറിൽ HTML പേജ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അഡ്മിൻ ഹോം എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അഡ്മിൻ ഹോം .html എന്ന് പറയുന്നൊരു പേജ് HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പേജിന് ഞാനിപ്പോൾ തൽക്കാലം ഒരു h1 കൊടുത്തിട്ട് അഡ്മിൻ ഹോം പേജ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഓത്ത് കൺട്രോളർ എന്ന് പറയുന്ന കൺട്രോളിനകത്ത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്നുള്ള ഇമെയിലും പാസ്വേഡും വാങ്ങിക്കുന്നുണ്ടല്ലേ. സോ ഇത് ഓത്ത് സർവീസിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഇവിടെ എഴുതാം. ഇഫ് വരുന്ന ഇമെയിൽ ഡോട്ട് ഈക്വൽസ് എന്താണ്, admin@library.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID ആൻഡ് വരുന്ന പാസ്വേഡ് അല്ലേ, അതായത് ഈ ഒരു റിക്വസ്റ്റ് വരാൻ വഴി വരുന്ന ഈ വേരിയബിൾ പാസ്വേഡ് ഡോട്ട് ഈക്വൽസ് admin@123 എന്ന് പറയുന്ന ക്രെഡൻഷ്യൽസ് ആണെങ്കിൽ, ഈ പറയുന്ന രണ്ട് വാല്യൂസ് ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ടു റീഡയറക്റ്റഡ് ടു admin/home എന്ന് പറയുന്ന പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം. ദെൻ എൽസ് കണ്ടീഷൻ ആണെങ്കിൽ, ഇതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ ചെയ്ത ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഈ സ്റ്റേറ്റ്മെന്റ് എൽസിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ഒരു URL നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ, ഈ ഒരു എൻഡ് പോയിട്ട് നമ്മളിവിടെ എഴുതിയിട്ടില്ല. സോ ഇവിടെ ഒരു ഗെറ്റ് മാപ്പിംഗ് കൊടുക്കുന്നു. ഗെറ്റ് മാപ്പിംഗ് URL കൊടുക്കുന്നു. ദെൻ പബ്ലിക് സ്ട്രിംഗ് ഷോ അഡ്മിൻ ഹോം പേജ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കും. പേര് കൊടുക്കുന്നു. ദെൻ റിട്ടേൺ, നമ്മൾ HTML പേജിന്റെ പേരെന്താ, അഡ്മിൻ ഹോം എന്നാണല്ലേ, അഡ്മിൻ ഹോം. ഓക്കെ, സോ ഇതിനി റൺ ചെയ്യുന്നുണ്ടോ നോക്കാം. സോ ഇവിടെ എന്തോ ഒരു എറർ വരുന്നുണ്ട്, ലൈക്ക് അത് ഇവിടെ ഒരു ബ്രാക്കറ്റ് കുറവായി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മുടെ മെയിൻ ഫയൽ ഒന്ന് റൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ലോക്കൽ ഹോസ്റ്റ് ലോഗിൻ അല്ലേ. സോ നമ്മളിവിടെ കൊടുത്ത ക്രെഡൻഷ്യൽസ് ആദ്യം എന്തൊക്കെയാണ്, അഡ്മിന് കൊടുത്ത ഇമെയിൽ ID എന്ന് പറയുന്നത് admin@library.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ IDയും admin@123 എന്ന് പറയുന്ന പാസ്വേഡുമാണ്. സോ ഇമെയിൽ IDയും admin@123 സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അഡ്മിൻ ഹോം പേജിലോട്ടാണ് റീഡയറക്ട് ചെയ്യുന്നത്. സോ അതിനുള്ള കണ്ടീഷൻ, അതിനുള്ള ബിസിനസ് ലോജിക്കാണ് നമ്മൾ കൺട്രോളിനകത്ത് തന്നെ എഴുതിയത്. കാരണം അവിടെ സർവീസ് യൂസ് ചെയ്യാത്തതെന്ന് പറയുന്നത് നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ഒരു ഡേറ്റ ഫിക്സ് ചെയ്യുന്നില്ല അല്ലേ, അതുകൊണ്ടാണ് കൺട്രോളറിൽ തന്നെ ആ ഒരു ബിസിനസ് ലോജിക്ക് എഴുതിയത്. സോ ഇനി ഒരു യൂസറിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കാം. ആൾറെഡി നമ്മൾ ഡേറ്റാബേസിലുള്ള ഒരു ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് നോക്കാം. സോ ഓക്കെ, സപ്പോസ് ഞാനൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് യൂസറിന്റെ ഇമെയിൽ IDയും പാസ്വേഡുമാണ് കൊടുക്കുന്നതെങ്കിൽ അത് യൂസർ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ആവും. അഡ്മിന്റെ ക്രെഡൻഷ്യൽസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അഡ്മിൻ പേജിലോട്ട് റീഡയറക്റ്റ് ആവും. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഒരു സിംഗിൾ അഡ്മിൻ മാത്രമേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈബ്രറിക്ക് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്.
സോ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അഡ്മിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, അഡ്മിനെ ഹാർഡ് കോഡ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ഒന്നിലധികം അഡ്മിൻ ഉണ്ടെങ്കിൽ റോൾ എന്ന് പറയുന്ന ഒരു ഫീൽഡ് സെറ്റ് ചെയ്തിട്ട് അത് യൂസർ ആണോ അഡ്മിൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ അത് അപ്കമിങ് നെക്സ്റ്റ് സ്പ്രിംഗ് ബൂട്ട് അതായത് റെസ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ അതേപോലെ ഡെവലപ്പ് ചെയ്ത് എടുക്കാം. സോ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത ലോഗിൻ ഫംഗ്ഷനാലിറ്റി നമുക്ക് അഡ്മിന് വേണ്ടി കുറച്ച് മോഡിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് അഡ്മിന്റെ ഫംഗ്ഷനാലിറ്റീസ് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഒരു ബുക്ക് ആഡ് ചെയ്യുക, ബുക്കിനെ അപ്ഡേറ്റ് ഡിലീറ്റ് എല്ലാം ഓപ്പറേഷൻ ചെയ്യുക, യൂസർ ഒരു ബുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.